ഇത് നമ്മുടെ ഒട്ടകങ്ങൾ ഉള്ള സ്ഥലമാണ്. 1, 2, 3 ഒട്ടകങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഈ പറയുന്നവരെ വലിയ കൂടൊന്നും പോലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് കയറി നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത്രയും ഹൈറ്റ് കാര്യം പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പറയുന്ന ഇവിടെ വേറെ മതിൽ കെട്ടുകളൊന്നുമില്ല. നമ്മൾ പാണ്ടേനെ കാണാനാണ് പോകുന്നത്. പാണ്ഡെ ജൈൻറ്റ് പാണ്ട ഇൻ്റർനാഷണൽ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പാണ്ടേനെ ഈ സൂവിൻ്റെ അകത്ത് ഭയങ്കര കെയർ കൊടുത്ത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു സൂവിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് അവർ കാണിക്കുന്നൊരു സംഭവം ഈ ഒരു പാണ്ടയാണ്. കാരണം മലേഷ്യയിൽ ഈ ഒരു സംഭവം ഇല്ല. ഇത് മെയിനായിട്ടുള്ളത് ഇന്ത്യ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ ഈ ഒരു പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഈ സിക്കിം, അരുണാചൽ പ്രദേശ്, ഈ പറയുന്ന മേഘാലയ ആ സ്ഥലങ്ങളിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്. ഒരു 10 തൊട്ട് 25 ഡിഗ്രി ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഇതെപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ചെറിയൊരു എയർ കണ്ടീഷനൊക്കെ കൊടുത്താണ് ഈ സംഭവം ചെയ്യുന്നത്. അവർ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പോയി ശബ്ദം ഉണ്ടാക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മെയിനായിട്ട് ഈ പാണ്ടയെന്ന് പറയുന്നത് ഈ മുളം തണ്ടുകളൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ മുട്ടയും ചെറിയ പക്ഷികളെയൊക്കെ അത് കഴിക്കാറുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്ന പാണ്ട. നല്ല രസമുണ്ട് കേട്ടോ ഇതിനെ ഇവിടെ കീപ്പ് ചെയ്തേക്കുന്നത് കാണാൻ വേണ്ടി. കാരണം ഫുള്ള് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളവും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ കിട്ടുന്ന രീതിയിലെന്ന് വെച്ചാൽ അതിന് ഫീൽ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ അത് കാട്ടിൽ ജീവിക്കുന്ന വെച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ചുമ്മാ ഒരു കൂട്ടിൽ അടച്ചിടാതെ അത്യാവശ്യം വെള്ളവും ഒറിജിനൽ ചെടികളും ഒക്കെ വെച്ച് ഒരു തണുപ്പ് ക്ലൈമറ്റൊക്കെ കൊടുത്താണ് അവരെ കീപ്പ് ചെയ്തേക്കുന്നത്. പാണ്ടയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും വലിയ ഏരിയ ഒരു ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പാണ്ടയുടെ മെനു ഇവരെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇത് എന്തൊക്കെയാണ് കൊടുക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസ് മുടക്കി തന്നെയാണ് ഇവർ ഈ പറയുന്ന പാണ്ടയുടെ കീപ്പ് ചെയ്യുന്നത്. പറഞ്ഞ ഒരു ഏരിയ ഫുള്ള് ഒരു എയർ കണ്ടീഷൻ ആക്കി ഇട്ടേക്കുന്ന ഈ 2 പാണ്ടയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ഒരു എയർ കണ്ടീഷണർ ചെയ്ത് ഇട്ടേക്കുന്നത്. 5 ഒറാങ്ങുട്ടാനുണ്ട്. അതിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4 ഫീമെയിലും 1 മെയിലും ആണ് ഇവിടെ ഉള്ളത്. അത് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒറാങ്ങുട്ടാനുണ്ട്. അതുപോലത്തെ വേറൊരു കാറ്റഗറി ഇവിടെയുണ്ട്. അതിൻ്റെ പേര് എന്താണെന്ന് മനസ്സിലായില്ല. എന്തോ ചിമ്പാൻസി. ഇവിടെ ചിമ്പാൻസീസ് അല്ലാതെ ഇവിടെയുണ്ട്. ഇതെന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷിയും അതുപോലെ തന്നെ ജിറാഫും ഒക്കെയുള്ള ഏരിയയാണ്. അങ്ങ് സൈഡിൽ നോക്കിയൊരു ജിറാഫ് നിൽക്കുന്നത് കാണാം. സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഗോപ്രോ ആയതുകൊണ്ട്. പിന്നെ അവിടുത്തെ ഒട്ടകപ്പക്ഷി അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ സീബ്ര അതുപോലെ അങ്ങ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ 2 ഒട്ടകപ്പക്ഷി നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മറ്റേ ചെറിയ കോഴികൾ, ഗിനിക്കോഴി ഇവിടെ വേറെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങ് സൈഡിൽ സീബ്ര നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിറാഫ് അങ്ങേ സൈഡിലോട്ട് പോയി. ഇവിടെ ജിറാഫ് അങ്ങേ സൈഡിൽ ജിറാഫ് നിൽക്കുന്നത്. ആണ് ജിറാഫ്. ഇതൊരു ജീവിയെ തന്നെ ഒരു സ്ഥലത്തായിട്ടില്ല. അത്യാവശ്യം മിക്സ്ഡായിട്ടാണ് എല്ലാം കൂടെ ഇവിടെ ഇട്ടേക്കുന്നത്. നടക്കാൻ അത്യാവശ്യം ഒരു രസമുണ്ട്. കാരണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് നടക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന നമ്മുടെ നാഷണൽ പാർക്ക്. ഇത് നമ്മുടെ സൂവിൻ്റെ അകത്ത് ഈ പറയുന്ന പക്ഷികൾ, ഇങ്ങനത്തെ പക്ഷികളുള്ള ഒരു ഏരിയയാണ്. വലിയ ആമകളുള്ള സ്ഥലമാണ്. ഇത്രയും വലിയ ആമ. നമ്മൾ നേരത്തെ വന്നപ്പോൾ അവിടെ ആമയെ കണ്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഇത് ഈ പല്ലിയുടെയും പാമ്പിൻ്റെ ഒക്കെ പടമാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 സെക്ഷനാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കയറി നോക്കാം. പാമ്പാണ്. നല്ല ഡിസൈനുള്ള നല്ല കറുപ്പും ഫ്രണ്ടിൽ നിറത്തിലുള്ള പാമ്പ് എവിടെയുണ്ട്. മർഗോ സ്നേക്ക് എന്നാണ് ഇതിൻ്റെ പേര് വെച്ചിരിക്കുന്നത്. നല്ല കടും നിറത്തിലുള്ള പാമ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ വേറെ ചൂടാണ്. അതെ, നീല നിറത്തിലുള്ള പാമ്പ്. ഇത് നോക്കിയാൽ നീല നിറത്തിലുള്ള പാമ്പ് ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ തര അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇതിൻ്റെ അകത്ത് പാമ്പിനെ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു
ഇവിടുത്തെ ഒരു എന്താണെന്ന് എഴുതി വെച്ചിട്ടില്ല, നമ്മുടെ മുദ്ര പുറത്ത് എന്തൊരു സാധനം കിടക്കുന്നത്, പള്ളിയാണെന്ന് ഉടുപ്പാണെന്ന് അറിയത്തില്ല, വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പച്ച നിറത്തിലുള്ള ഗ്രീൻ ട്രീ പൈത്തൺ എന്നാണ് എഴുതിയേക്കുന്നത്. സംഭവം അവിടെയുണ്ട്. ഇവിടെ പാമ്പിൻ്റെ നോക്കി കണ്ടില്ലെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ പാമ്പ് ഇവിടെയുണ്ട്. ഈ മരത്തിൻ്റെ ഇവിടെ യെല്ലോ അനക്കോണ്ട ഉള്ള ഏരിയ ആണ്. പക്ഷേ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് യെല്ലോ അനക്കോണ്ട. അത്യാവശ്യം നീളമുള്ള സംഭവം കേട്ടോ, അതുപോലെ ചുണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ അത് ഫുള്ള് പാമ്പുകളും അതുപോലെ തന്നെ ലിസാർഡ് ടൈപ്പുള്ള നമ്മുടെ പല്ലി വർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ജീവികളൊക്കെയാണ്. അപ്പോൾ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഒത്തിരി സൈസ് പാമ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല പാമ്പുകളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അത് ഫുള്ള് ഷൂട്ട് ചെയ്ത് ഫുള്ള് ബോറാകുന്നുണ്ട്, അത് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതെ, ആമകളൊക്കെ ഇപ്പോൾ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് കഴിക്കാനുള്ള ചെടികൾക്കൊക്കെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം സൈസ് ഉണ്ട്. ഇത്രയും സൈസിലാണ് ഈ പറയുന്ന ആമയുടെ ഒരു വലിപ്പം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും വലിയ ആമയാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ ഈ സൂവിൻ്റെ അകത്തുള്ള അക്വേറിയം സെക്ഷനാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മീനുകളുണ്ട്, അതിൻ്റെ അകത്ത് വലിയ മീനുകൾ വേറെ ഉണ്ട്. ഇവിടെ ചെറിയ മീനുകളും ഇതിൻ്റെ അകത്ത് വലിയ മീനുകളാണ് ഉള്ളത്. അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം, ആൾക്കാർ കൂടി നിന്നെങ്കിലും പെങ്കിൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ പെങ്കിൻസാണ് ഉള്ളത്. അപ്പം അതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. 1, 2, 3, 4 പെങ്കിൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ബാക്കി അവരുടെ ആ കൂടിൻ്റെ അകത്തൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പെങ്കിൻസ് ഉണ്ട്. 1, 2, ഇതൊറ്റ സെക്ഷൻ തന്നെയാണ്. അവിടെ ലാൻഡ് പോലത്തൊരു സ്ഥലം, വെള്ളമില്ലാത്ത, ഇവിടെ വെള്ളം നിറഞ്ഞ സ്ഥലമാണ്. അത്യാവശ്യം ഒരു ഫ്രീസിങ് സോൺ പോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് തോന്നുന്നു കണ്ടിട്ട്. വേറൊരു അക്വേറിയം ഉണ്ട്, നമുക്ക് അക്വേറിയം ഒന്ന് കയറി കാണാം. അക്വേറിയത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. മലേഷ്യൻ റിവർ ജേർണി എന്നാണ് ഈ സംഭവം അവർ പേരെടുത്തിരിക്കുന്നത്. ഭൂമിക്കടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അണ്ടർ വാട്ടർ അക്വേറിയം ആണെന്ന് അറിയത്തില്ല, ജസ്റ്റ് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് ഓരോ ടാങ്കിലും ഓരോ രീതിയിലുള്ള മീനുകൾ അവർ വെച്ചിട്ടുണ്ട്. ഒരു കേവിൻ്റെ അകത്തൂടെ നടക്കുന്ന ഫീലാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അതിൻ്റെ അത് മരവും ചെടിയൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ഫുള്ളിങ്ങനെ മീനുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഫുള്ളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ല. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തോടൊക്കെ കയറി വിസിറ്റ് ചെയ്ത് നടക്കാം. നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ കണ്ടു. ഇതിൻ്റെ അകത്ത് കണ്ടത് വെച്ച് ഏറ്റവും വലിയ മീനുകൾ ഈ പറയുന്ന മീനുകളാണ് കിടക്കുന്നത്. ബാക്കി ചെറിയ മീനാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അധികം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം. ഇത് നല്ലൊരു വലിയൊരു മീൻ ഇവിടെയുണ്ട്. ജൈൻ ഗൗരാമി എന്നാണ് സംഭവം എഴുതിയിരിക്കുന്നത്. കൊള്ളാം, ക്രൂരതയുള്ള ഫേസുള്ള. അപ്പോൾ നമ്മുടെ സൂവിൻ്റെ കാഴ്ച കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഒക്കെ, ഒരു 3-4 മണിക്കൂർ വരെ വേണം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മലേഷ്യ വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് പറയാൻ, കാരണം അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ പറ്റും, മീൻ കാണാൻ പറ്റും, പാമ്പുകളെ കാണാൻ പറ്റും, പിന്നെ ജിറാഫ് ഉണ്ട്, അങ്ങനെയുള്ള ഒത്തിരി ജീവികളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ ഫുള്ള് വേണം. ഇപ്പം നടന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന
നമ്മുടെ ബഗ്ഗിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് നടന്ന് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇടയ്ക്കെല്ലാം നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയും വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെയുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന ഒരു വലിയ ക്ഷീണമില്ലാതെ ഇരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന നാഷണൽ സൂ എന്നുള്ള മലേഷ്യൻ ട്രിപ്പിൻ്റെ അകത്ത് എന്തായാലും ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൊണ്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ നല്ല നല്ല മലേഷ്യൻ ടൂർ പാക്കേജുകൾക്ക് മറക്കാതെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അലോക് ടൂർസ് ആൻഡ് ട്രാവൽസ്. നമുക്ക് കൊച്ചിയിലും കോട്ടയത്തും ബ്രാഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.